ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള 10 രാജകുമാരിമാർ രാജ്ഞിമാർ ആരൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10 അക്കാദേവി. കർണാടകയിലെ ചാലുക്യ രാജവംശത്തിലെ ഒരു രാജകുമാരിയും ഇന്നത്തെ ബിദർ, ബാഗൽകോട്ട്, ബിജാപൂർ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന കിഷുകാടു എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്തിന്റെ ഗവർണറുമായിരുന്നു ഇവർ. സദ്ഗുണങ്ങളുടെ സൗന്ദര്യം എന്നർത്ഥം വരുന്ന ഗുണദൈബടങ്കി എന്നും അവർ അറിയപ്പെടുന്നു. കഴിവുള്ള ഒരു ഭരണാധികാരിയും കഴിവുള്ള ഒരു ജനറലും എന്ന നിലയിൽ അക്കാദേവി പ്രശസ്തയായിരുന്നു. നമ്പർ 9 നൂർ ഇണയത്ത് ഖാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഫ്രാൻസിലെ ഒരു ബ്രിട്ടീഷ് പ്രതിരോധ ഏജന്റ് ആയിരുന്നു ഇവർ. അച്ചുതണ്ട് ശക്തികൾ കൈവശപ്പെടുത്തിയ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് നാസി ജർമ്മനി കൈവശപ്പെടുത്തിയ രാജ്യങ്ങളിൽ ചാരവൃത്തി, അട്ടിമറി, രഹസ്യാന്വേഷണം എന്നിവ നടത്തുക എന്നതായിരുന്നു SOEയുടെ ലക്ഷ്യം. ആദ്യത്തെ വയർലെസ് ഓപ്പറേറ്ററായി ഇവർ മാറി. നമ്പർ 8 മീരാബായ്. 16-ാം നൂറ്റാണ്ടിലെ ഒരു ഹിന്ദു മിസ്റ്റിക് കവിയത്രിയും കൃഷ്ണഭക്തയുമായിരുന്നു ഇവർ. അവർ ഒരു പ്രശസ്ത ഭക്ത സന്യാസിയാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ഹിന്ദു പാരമ്പര്യത്തിൽ ചിറ്റോർ കോട്ടയ്ക്കുള്ളിലെ ഒന്നുപോലെയുള്ള ചില ഹിന്ദു ക്ഷേത്രങ്ങൾ മീരാബായിയുടെ ഓർമ്മക്കായി സമർപ്പിച്ചിരിക്കുന്നു. എന്നിരുന്നാലും മീരാബായിയെ കുറിച്ചുള്ള പ്രാഥമിക രേഖകൾ ലഭ്യമല്ല. നമ്പർ 7 റാണി ലക്ഷ്മിബായി. ഇവരെ ഝാൻസി റാണി എന്നും അറിയപ്പെടുന്നു. 1857 ഇന്ത്യൻ കലാപത്തിലെ മുൻനിര വ്യക്തികളിൽ ഒരാളായിരുന്നു ലക്ഷ്മി. 1843 മുതൽ 1853 വരെ ഝാൻസി നാട്ടുരാജ്യത്തിന്റെ രാജ്ഞിയായിരുന്നു. അവർ സംഘർഷം പുറപ്പെട്ടതിനു ശേഷം അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ നടത്തുകയും ചെയ്തു. കൂടാതെ അവർ ഇന്ത്യൻ ദേശീയതയുടെ ശക്തമായ പ്രതീകമായി തുടരുന്നു. നമ്പർ 6 സീതാദേവി. പിതാപുരത്തെ രാജകുമാരി സീതാദേവി ഇന്ത്യൻ വാലി സിപ്സൺ എന്നറിയപ്പെട്ടു. അവർ അന്താരാഷ്ട്ര ജഡ്ജ് സൈറ്റിൽ അംഗമായിരുന്നു. 1935 മുതൽ 1948 വരെയായിരുന്നു മഹാറാണിയുടെ കാലാവധി. പിതാപുരത്തെ സൂര്യറാവു ഒന്നാമനാണ് ഇവരുടെ അച്ഛൻ. 1917 മെയ് 12 ചെന്നൈയിൽ ജനിച്ച് 1989 ഫെബ്രുവരി 15 ഫ്രാൻസിലെ പാരീസിൽ വെച്ച് മരണമടഞ്ഞു. നമ്പർ 5 റാണി വിജയദേവി. വിജയദേവി വാഡിയാർ രാജവംശത്തിലെ ഒരു ഇന്ത്യൻ രാജകുമാരിയും സംഗീതജ്ഞയുമായിരുന്നു. മൈസൂരിലെ ചാമുണ്ഡി വിഹാർ കൊട്ടാരത്തിലാണ് അവർ വളർന്നത്. ചെറുപ്പം മുതലേ വിജയദേവിക്ക് കർണാടക സംഗീതവും പാശ്ചാത്യ സംഗീതവും ഇഷ്ടപ്പെട്ടിരുന്നു. 2005 ഡിസംബർ 8 ബാംഗ്ലൂരിൽ വെച്ച് അവർ മരിച്ചു. വിവാഹത്തോടെ അവർ റാണി സാഹിബ് എന്ന പുതിയ പദവി സ്വീകരിച്ചു. നമ്പർ 4 മഹാറാണി ഗായത്രി ദേവി. മഹാരാജ സവായ് മാൻസിംഗ് രണ്ടാമനുമായുള്ള വിവാഹത്തിലൂടെ 1940 മുതൽ 1949 വരെ ജയ്പൂരിലെ മൂന്നാമത്തെ മഹാറാണി ഭാര്യയുമായിരുന്നു. അവർ മഹാറാണി ഗായത്രി ദേവി ജയ്പൂരിലെ രാജമാതാവ് എന്നറിയപ്പെട്ടു. 1948 മുതൽ 1970 ജൂൺ 24 വരെയാണ് ഇദ്ദേഹം അധികാരത്തിലേറിയത്. കൂച്ച് ബെഹാറിലെ ഹിന്ദു രാജകുടുംബത്തിലാണ് അവർ ജനിച്ചത്. നമ്പർ 3 സംയുക്ത. സംയോഗിത അല്ലെങ്കിൽ സഞ്ജുക്ത എന്നറിയപ്പെടുന്ന ഇവർ കൗനജ് രാജാവും പൃഥ്വിരാജ് ചൗഹാന്റെ മുഖ്യ പത്നിയുമായ ജയ്ഹന്ദിന്റെ മകളാണ്. പൃഥ്വിരാജും സംയുക്തയും തമ്മിലുള്ള പ്രണയം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മധ്യകാല പ്രണയ കഥകളിൽ ഒന്നാണ്. ജയ്ഹിന്ദിന്റെ മകൾ സംയുക്ത തന്റെ മയക്കുന്ന സൗന്ദര്യത്തിന് പേരുകേട്ട ഒരു ധൈര്യശാലിയായ പെൺകുട്ടിയായിരുന്നു. നമ്പർ 2 റാണി ദുർഗാവതി. ഇവർ AD 1550-1564 കാലഘട്ടത്തിൽ ഗോഡ്വാനയിലെ റീജന്റ് ആയിരുന്നു. മുഗൾ സാമ്രാജ്യത്തിനെതിരെ ഗോഡ്വാനയെ പ്രതിരോധിച്ചതിനാണ് അവർ പ്രധാനമായും ഓർമ്മിക്കപ്പെടുന്നത്. 1524 ഒക്ടോബർ 5 കലിഞ്ചർ കോട്ടയിലാണ് ദുർഗാവതി ജനിച്ചത്. അസഫ് ഖാന്റെ ആക്രമണങ്ങളെ കുറിച്ച് റാണി കേട്ടപ്പോൾ തന്റെ രാജ്യം രക്ഷിക്കാൻ അവൾ തീരുമാനിച്ചു. നമ്പർ 1 റാണി പത്മാവതി. 13 മുതൽ 14 വരെ നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ മേവാർ രാജ്യത്തിന്റെ രാജ്ഞിയായിരുന്നു പത്മിനി. നിരവധി മധ്യകാല ഗ്രന്ഥങ്ങൾ അവരെ പരാമർശിക്കുന്നു. സിംഹള രാജ്യത്തിലെ അസാധാരണ സുന്ദരിയായ രാജകുമാരിയായിരുന്നു പത്മാവതി. കൂടാതെ ഇവർക്ക് അതിമനോഹരമായി സംസാരിക്കുന്ന ഒരു തത്തയും ഉണ്ടായിരുന്നു. ഇവരെ പറ്റി ഒരുപാട് സാഹിത്യകൃതികൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.